എൻ്റെ മോൻ പോയി ആ പെണ്ണിനെ ഒരിക്കലും വിരുദ്ധ വിടരുത്. അത്രയും വിഷമം സഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ എൻ്റെ മോൻ ഓരോ ദിവസവും എനിക്ക് കാണാൻ കൊതിയാണ്. എനിക്ക് കാണാൻ കഴിയില്ലല്ലോ ഭഗവാനെ. ഇത് അവസാനം ആ സുന്ദര കില്ലാടിയായിട്ടുള്ള മകൾ ജയിലിലായി എന്ന വാർത്ത അറിഞ്ഞപ്പോൾ നിങ്ങളേവരും ഒരുപാട് സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം. എന്നാൽ എനിക്ക് അത്രയും സന്തോഷമൊന്നുമില്ല കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, അവൾ അകത്തായതിനകത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണെന്നൊന്നും ആരും വിചാരിക്കല്ലേ. അങ്ങനെയല്ല, മറിച്ച് ആ അച്ഛനും അമ്മയ്ക്കും, അതായത് ദീപക്കിൻ്റെ അച്ഛനും അമ്മയ്ക്കും ശരിക്കും നീതി കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകാർ, അവർക്ക് നിങ്ങൾ നീതിയൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ടേ മാധ്യമങ്ങളെ? അറ്റ്ലീസ്റ്റ് ഇത്തിരി സമാധാനം ആ പാവപ്പെട്ട പ്രായമേറിയ രണ്ട് വ്യക്തികൾക്ക് നിങ്ങളൊന്ന് കൊടുക്കുക. എനിക്കത് മാത്രമേ ഉള്ളൂ നിങ്ങളോട് പറയാൻ. ഇത്തിരി സമാധാനം അവർക്ക് കൊടുക്കുക. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുക. ഓക്കെ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുക. രാവിലെ ചെന്നിട്ടുണ്ട് ഇന്നും മൈക്കും മറ്റേ സാധനമൊക്കെ ആയിട്ട്, ക്യാമറയൊക്കെ ആയിട്ട്. റിമാൻഡിലായി അവൾ റിമാൻഡിലായി. എന്താ അച്ഛന് പറയാനുള്ളത്? എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? വയ്യ, കരഞ്ഞു കൂവിയ ഇപ്പോഴും അമ്മ ഇരിക്കുന്നത്. അവരുടെ മുമ്പിലേക്ക് എങ്ങനെ നീതി കിട്ടിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എങ്ങനെ അവരുടെ ഫ്രണ്ടിലേക്ക് ചെല്ലുന്നു? നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു അതിന്? അവർക്ക് നീതി കിട്ടുമെന്ന് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സീരിയസ്ലി, നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. ആ സുന്ദരിയായ മോള് അവളെ ജയിലിനകത്തായപ്പോഴത്തേക്ക്, 14 ദിവസം റിമാൻഡിലായപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷേ ഒരുപാട് കാലമൊന്നും അവളകത്ത് കിടക്കത്തില്ല. ഇന്നിപ്പം ജാമ്യ ഹർജിയോ എല്ലാം കൊടുക്കുമായിരിക്കും. കസ്റ്റഡിയിലോട്ട് എന്തായാലും പോലീസുകാർ ചോദിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അവൾ എന്തായാലും കൊടുക്കും. അവളുടെ വക്കീൽ കൊണ്ട് കൊടുക്കും. മിക്കവാറും അവൾക്ക് ജാമ്യം കിട്ടും. ഇല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടാലും എത്ര കാലം അവളകത്ത് കിടക്കും? അവളിറങ്ങും. മനസ്സിലായോ? ആർക്ക് പോയി ഇവിടെ? ആ പയ്യൻ ദീപക് എന്ന് പറയുന്ന ആ പയ്യനല്ല, ആ ചേട്ടനെ പോയി. ആ ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി. ആ ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിലായില്ലേ? അറ്റ്ലീസ്റ്റ് അവർക്ക് സമാധാനം ഇനിയുള്ള കാലം കുറച്ച് മോൻ പോയതിൻ്റെ ഒരു സമാധാനക്കേട് എന്നും ഉണ്ടാവും. പക്ഷേ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും പ്രായമായവരാണ്. അവർക്കൊരു ഇച്ചിരി സമാധാനം, നമ്മളാൽ കഴിയുന്ന സമാധാനം അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സിലായില്ലേ? അത് മെയിൻ സ്ട്രീം ചാനൽസ് ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുക. ആ വീട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങി കൊടുക്കുക. ഓക്കെ, ഇനി ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ദീപകിന്റെ ആത്മഹത്യ ഇന്നലെ ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, റിമാൻഡ് ചെയ്ത് മഞ്ചേരിയിലെ കോടതിയിലേക്ക് കൊണ്ടുവന്നു. ഇന്നൊരു പക്ഷേ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും വരാൻ സാധ്യത അല്ലേ? വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ. അതെ, ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിംജിത ഇന്നലെയാണ് വടകരയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം, മെഡിക്കൽ കോളേജ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. അവിടെ നിന്നും ഈ കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധന പൂർത്തിയാക്കി നേരെ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് ഷിംജിതയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ മഞ്ചേരി വനിതാ ജയിലിലാണ് ഷിംജിതയുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഒരു അന്വേഷണം ഏത് തലത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി വിലയിരുത്തേണ്ടത്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കുക. ഇന്നലെ തന്നെ കോടതിയിലെത്തി ഷിംജിതയുടെ അഭിഭാഷകൻ ഇന്നോ അല്ലെങ്കിൽ നാളെയോ റിമാൻഡ് റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ജാമ്യ ഹർജി സമർപ്പിക്കാനുള്ള നീക്കങ്ങളായിരിക്കും ഷിംജിതയുടെ അഭിഭാഷകൻ നിൽക്കുക. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഈ ജാമ്യ ഹർജി നൽകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കേസിൽ വലിയ തരത്തിലുള്ള ബാക്കി കേൾപ്പിക്കാം. അതിനു മുമ്പ് ആരാടെ ഇവക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ പോകുന്നത് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ അവരുടെ തൊഴിലാണ്, നേർന്നഴുവൊന്നും നോക്കേണ്ട കാര്യമില്ല. ഏത് മറ്റവളാണെങ്കിലും അവളെ ഊരിക്കൊണ്ടുവരാനുള്ള പരിപാടി അവളുടെ വക്കീൽ ചെയ്തോട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു കാര്യം കണ്ടല്ലോ, ഇന്നലെയൊക്കെ ഒരുപാട് പേര് അതിനെ വിമർശിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഇവളെ ഈ അറസ്റ്റ് ചെയ്തത് പോലും എനിക്ക് ഇത്രയും ലേറ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയേണ്ട വന്നത്. ഇന്നലെ കുറേ പേര് വിമർശിച്ച് ഞാൻ കണ്ടു. ഇവളെ കൊണ്ടുപോയത് മനസ്സിലായോ? അതായത് പോലീസ് ജീപ്പിലൊന്നും അല്ല, കാറിൽ. അതിന് പോലീസുകാരുടെ ഒരു ന്യായീകരണമുണ്ട്. അവളുടെ സേഫ്റ്റി നോക്കണം, ഒരുപാട് ഒച്ചയും ബഹളവും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാതെ അവളെ അങ്ങ് സേഫായിട്ട് പ്രതിയുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട്. അല്ല, ഇവക്കൊക്കെ എന്ത് സേഫ്റ്റി നോക്കാൻ എനിക്ക് അറിയാൻ പാടില്ലേണ്ടി ചോദിക്കുക. ഇവൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് സേഫ്റ്റി? കല്ലെറിയുമെന്ന് പേടിയോ? കല്ലെറിയണം അവിടെ? വേണ്ടേ? അല്ല, അതുപോലത്തെ പരിപാടിയല്ലേ അവൾ ചെയ്തത്.
നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കല്ലെറിയുന്നതൊക്കെ തെറ്റാണ്, ഇല്ലാതെ ഞാൻ പറയത്തില്ല, തെറ്റാണ്. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്ന വർഗമാണ് ഇവിടെ നിൽക്കുന്നത് മൊത്തമേ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊളിയും ആർക്കാണെങ്കിലും, മനസ്സിലായോ? പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് രാഷ്ട്രീയക്കാർ കയറുന്നുണ്ട്, എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ജയിലിൻ്റെ ഫ്രണ്ടിൽ പോയും എന്തിന്? ഇത് രാഷ്ട്രീയം കയറ്റല്ല അതിനകത്തൊന്നും കേട്ടോ, എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ. രാഷ്ട്രീയമൊന്നും കയറ്റല്ല അതിനകത്ത്, ഒരാവശ്യവും ഇല്ല. കോൺഗ്രസ്സുകാരും എന്തിന്? ഇവിടെ 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 രാഷ്ട്രീയമേ വേണ്ട, മനുഷ്യത്വം ഓക്കെ, അത് മാത്രം നോക്കിയാൽ മതി. അത് ഉള്ളിലുള്ളവർക്ക്, അത് പാർട്ടി ഒന്നും നോക്കാതെ ഇറങ്ങി ഇവൾക്കെതിരെ സംസാരിക്കാനും ഇവൾക്കെതിരെ മുദ്രാവാക്യാനും വിളിക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അല്ലാതെ രാഷ്ട്രീയം ഇവിടെ വേണ്ട. അവളെ കൊണ്ടുപോയ കാർ I-20 ഇങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകുന്ന അവളെ. പോലീസ് ജീപ്പ് പറ്റത്തില്ല അവൾക്ക്. എടാ, ഇതിപ്പോൾ ഒരു പുരുഷനായിരുന്നെങ്കിലും അവളുടെ സ്ഥാനത്ത്, എത്ര വലിയ മോനായിരുന്നെങ്കിലും അവനെ കൊണ്ടുപോകുന്നത് ജീപ്പിലായിരിക്കുമല്ലോ. പിന്നെ ഇവക്കെന്താ ഒരു എന്താ മറ്റേ മുൻതൂക്കം എന്തിനാ കൊടുക്കുന്നത്? സ്ത്രീ ആയതുകൊണ്ടോ? ഈ കാര്യത്തിലും സ്ത്രീ ആയതുകൊണ്ട് മുൻതൂക്കം കൊടുക്കുവാണോ നിങ്ങൾ? അല്ല, അതൊക്കെ കണ്ടോണ്ട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതൊക്കെ കണ്ടോണ്ട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ അവളുടെ സ്ഥാനത്ത് ദീപക്കിന്റെ സ്ഥാനത്ത് ഇവളെ നിങ്ങളൊന്ന് ചിന്തിച്ചു പോയിക്കേ, എന്തായിരിക്കും ആ മനുഷ്യനോട് ചെയ്യാൻ പോകുന്നത്? മാസ്ക് ഒക്കെ വെച്ച് പർദ്ദയൊക്കെ ഇട്ട്, മഫ്തിയിൽ, എന്തിനാ മഫ്തിയിലൊക്കെ 10 പേരുടെ ഇടയിൽ കൂടെ വലിച്ചഴിച്ചോണ്ട് പോണോ അവളെയൊക്കെ? ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഒരു പുരുഷനായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നല്ലോ ഇത്. അവളോടെന്താ ചെയ്യാൻ പറ്റാത്തത്? എന്തിനാ ഇത്ര അങ്ങോട്ടെടുത്ത് തലയിലോട്ട് കയറ്റി വെച്ച് ഡാൻസ് കളിക്കാൻ നിൽക്കുന്ന ഇവളെയൊക്കെ? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അത് നമുക്ക് ബാക്കി കേൾക്കാം. വേറൊരു ഐറ്റം ഉണ്ടല്ലോ, മറ്റേ എന്താണ് അവളുടെ പേര്, ഞാൻ പറഞ്ഞു പോയി, ശ്രീലക്ഷ്മി അറക്കൽ. രാവിലെ ഞാൻ ഒരു വീഡിയോ കണ്ടു, ഇന്നലെ പിന്നെ ഞാൻ കണ്ടിട്ടേ, ഇന്നലെ ഞാൻ തോന്നുന്നു. അവളുടെ എക്സ്പ്ലനേഷനും അവൾ വലിയ കഥയായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അവൾ അറിഞ്ഞില്ല, അവൾ ആദ്യമേ ഈ ആരോപണം എന്ന് കേട്ടപ്പോൾ, ആരോപണത്തിന്റെ പേരിൽ ഒരുത്തൻ മരിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്ക് അങ്ങ് സന്തോഷം കൊണ്ടതാണെന്ന്. സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം വാതുറക്കാൻ. അത്രേ ഉള്ളൂ ശ്രീലക്ഷ്മി അറക്കലിനോട് പറയാൻ. കൂടുതൽ ഒന്നും പറയാനില്ല. നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് കിട്ടി, അതുകൊണ്ടാണ് ഈ ഇറങ്ങിയിരിക്കുന്നത്. കിട്ടും, എങ്ങനെ കിട്ടാതിരിക്കും? അതുപോലത്തെ വർത്താനമാണല്ലോ നിന്റെ വായിന്ന് വീഴുന്നത്. സ്ത്രീകളെ മാത്രം എടുത്ത് അങ്ങ് തലേ വെച്ച് ഡാൻസ് കളിച്ചോണം, പറ്റത്തില്ല, ഇനി നടക്കത്തില്ല. നമുക്ക് ബാക്കി കേൾക്കാം. ഒരു വിമർശനങ്ങൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഷിംജിതയെ ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത് പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിൽ അല്ലായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്റെ വാഹനത്തിലായിരുന്നു. അതിൽ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം, പ്രതി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസാണ്, പൊതുസമൂഹത്തിലടക്കം വലിയ തരത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കണം. പ്രതിയുടെ സ്വകാര്യതകൾ മാനിച്ചുകൊണ്ടാണ് അത്തരത്തിൽ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിരുന്നു. അത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കൊക്കെ വഴിവെച്ചൊരു സംഭവമായിരുന്നു. പിന്നീട് വടകരയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഈ പ്രതിയായ ഷിംജിതയെ എത്തിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഷിംജിതയുടെ അഭിഭാഷകൻ ജാമ്യ ഹർജി സമർപ്പിക്കാനുള്ള ഒരു നീക്കം ഇന്ന് നടത്തുമ്പോൾ പോലീസ് അതിനു മുൻപ് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു പക്ഷേ പോലീസും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതകളുണ്ട്. ഈ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ഒരു പ്രധാനമായ വിഷയമെന്ന് പറയുന്നത്, ഈ ഫോണിൽ കൃത്രിമമായി, അതായത് വീഡിയോ എഡിറ്റ് ചെയ്തു ചേർക്കപ്പെട്ടു. ദീപക്കുമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ എഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് കൃത്രിമം കാണിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ കൃത്യമായി തന്നെ അതിൽ ശാസ്ത്രീയ പരിശോധനകളടക്കം പോലീസിന് നടത്തേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള നീക്കങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോയിൽ കൃത്രിമമായിട്ട് എന്തെങ്കിലും ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവള് ആ വീഡിയോയുടെ ഈ സെക്കൻഡ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ദേഹത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ ചെറുതായിട്ട് മുട്ടുന്നത്. അത് ഭയങ്കരമായിട്ട് സ്ലോ മോഷൻ ഇട്ടിട്ടാണ് അവൾ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് നോർമലായിട്ടാണെങ്കിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല, തിരക്കിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. ഇവളുടെ സ്ലോമോ പരിപാടി, മനസ്സിലായോ? അത് തെളിയട്ടെ, അതേ ഉള്ളൂ തെളിയാൻ എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ ബലഭൂഷ്ടമായിട്ട് എന്തൊക്കെയോ അവൾ അതിനകത്ത് കള്ളത്തരം കാണിച്ച എനിക്ക് തോന്നുന്നില്ല. അതിനകത്തൊന്നും ഇല്ലല്ലോ. എന്തോ അതിനകത്ത് കള്ളത്തരം കാണിക്കാതിരിക്കുന്നത്? അതിനകത്ത് പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല. ആദ്യം പുള്ളി ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഇവള് സൈഡിൽ നിന്ന് എടുക്കുന്നത്, അതിനകത്തൊന്നും എനിക്കും തോന്നുന്നില്ല. ആകെ ഉള്ളത് ആ കൈ മുട്ടുമ്പോൾ ഉള്ളത്, അത് അവള് സ്ലോ മോഷൻ ഇട്ടേക്കുക. അത് ഏതൊരു കൊച്ചു കുഞ്ഞിനും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് ഇനി ഒരുപാട് അങ്ങ് അന്വേഷിച്ച് വെറുതെ സമയം തള്ളിക്കളഞ്ഞ് അവളെ എന്തിനാ?
ഉള്ള ദിവസം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കേസ് തെളിയിച്ച് പോലീസുകാരെ മാറി നിൽക്ക്. മനസ്സിലായോ? എനിക്കത്രേ പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ചില ആളുകൾ ഇവളെ സപ്പോർട്ട് ചെയ്ത് കുറേ ഐറ്റങ്ങൾ ഇപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവളെയൊക്കെ എന്ത് കാര്യത്തിന് എങ്ങനെ പറ്റുന്നു സപ്പോർട്ട് ചെയ്യാൻ? ഒരു പിടുത്തവും ഇല്ല. എന്തിനാ ഈ സിനിമാ രംഗത്തുള്ള ആളുകൾ പോലും ഇവൾക്കെതിരെ ഇവളുടെ ഈ കോക്കാം പീച്ചുകൾ മൊത്തത്തിൽ കണ്ടതിന് ശേഷം സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. മനസ്സിലായോ? ഒരുപാട് ആളുകൾ. പിന്നെ ഇവളുടെ കുടുംബക്കാരോടും ഭർത്താവിനോടും ഒക്കെയാണ്. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നമ്മുടെ മരിച്ചുപോയ ആളൂർ വക്കീലുണ്ടല്ലോ, പുള്ളിയുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്ക്. ഈ എന്താണ് വാദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക്. അല്ല, ഏതാണ്ട് ആ പുള്ളി ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കേസുകളിൽ പ്രതിയുടെ കൂടെ നിന്നിട്ട് മറ്റേ ഈസി ആയിട്ട് ഊരിക്കൊണ്ട് പോകുന്ന നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. മരിച്ച് തലയ്ക്ക് മേളിലാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും പുള്ളി പലരെയും ഇറക്കിക്കൊണ്ട് വരുന്ന കണ്ടിട്ട് വിഷമിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും, ഇല്ലേ? ആ പുള്ളിയുടെ വല്ല മരുമോനോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് തപ്പിയെടുക്ക്, എന്നിട്ട് അവരെ കൊണ്ടൊന്ന് വാദിപ്പിക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോരാ. അല്ലെങ്കിലും വീണ്ടും ഞാൻ പറയുന്നു, പോയപ്പോൾ ആ പാവം മനുഷ്യനും പോയി, ആ പുള്ളിയുടെ അച്ഛനും അമ്മയ്ക്കും പോയി. മനസ്സിലായോ? ഇച്ചിരി മനക്കെട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ പാവത്തിന് ഈ ഗതി വരത്തില്ലായിരുന്നു സത്യമായിട്ടും. പക്ഷെ പുള്ളി ഒരിക്കലും ഞാൻ പുള്ളിയെ കുറ്റം പറയുകയാണെന്ന് ആരും ചിന്തിക്കല്ലേ. അങ്ങനെയല്ല, ഒരു പാവം മനുഷ്യനായിപ്പോയി, അത്രയും മനക്കെട്ടി ഇല്ലാതായിപ്പോയി. ഇനി ഞാൻ നേരത്തെ, അതായത് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, ഈ മാധ്യമങ്ങളുടെ ഇന്നൊക്കെ എന്തിനാ ആ അമ്മയ്ക്കൊന്നും വയ്യ, കരഞ്ഞോണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ വേണമെങ്കിൽ ഒരു ക്ലിപ്പ് വെച്ചേക്കാം. ആ അമ്മയെടുക്കലൊക്കെ ചെന്നിട്ട് മൈക്കും കോളാമ്പിയും കൊണ്ട് എൻ്റെ പൊന്നെ ഇതൊന്ന് കണ്ടോണം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പോൾ നീതി ലഭ്യമായി തുടങ്ങി എന്ന് തോന്നുന്നു. ഇപ്പം ഒന്നും വ്യക്തമായിട്ട് അറിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം ജയിലിൽ അടിച്ചതെന്നുള്ളത് ഇവിടെ കൊണ്ടുപോയിരിക്കുന്നത് മഞ്ചേരിയാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. പിടികൂടിയതോടുകൂടി ഒരു പരിധിവരെ അവിടെ ജയിലിൽ അടയ്ക്കണതിന് മുന്നേ ആൾക്കാർ ഇവിടെ ശരിയാക്കി പോയിന്. അങ്ങനെയാണ് എല്ലാവരുടെ കയ്യിലും പെടുമ്പോൾ പുറമുള്ള ഈ കാണികൾ മുഴുവനും ഇവിടെ അങ്ങനെ എന്താ ചെയ്യാൻ പറഞ്ഞു. അതെ അതെ, എൻ്റെ മോൻ്റെ ഇങ്ങനെ ആലോചിച്ചു എന്നും പറയാനും കഴിയില്ലേക്ക്. തീർച്ചയായിട്ടും ആ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അമ്മയുണ്ട് അവിടെ. അമ്മ എങ്ങനെയാണ് ഇപ്പോൾ? ആ അമ്മയും വെറുതെ വിടത്തില്ല. അച്ഛന് വയ്യ, സംസാരിക്കാൻ വയ്യ. പുള്ളിയുടെ എന്തു പറയാനാ അവര്? അമ്മയെടുക്കലോട്ടും ചെല്ലുക, കരഞ്ഞു പോയി വയ്യ. അതിന് കിടക്കുന്നതിനെ കണ്ടല്ലോ നിങ്ങൾ, വയ്യ. ആ അവസ്ഥയിൽ കിടക്കുന്നവരുടെ അടുക്ക പോയി ഇരുന്നിട്ട് ഈ മയക്കും കൊണ്ട് എങ്ങനെയാണ് ചേട്ടന്മാരെ, എങ്ങനെ പറ്റുന്നു? അയ്യോ, അതൊക്കെ കുറച്ച് തൊലിക്കട്ടി വേണം കേട്ടോ. അതിന് നമ്മളെക്കാട്ടിലും ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ വേണം തൊലിക്കട്ടി ആ ഒരു പരിപാടി ചെയ്യണമെങ്കിൽ. എനിക്കിതിനോട് മാത്രം യോജിപ്പില്ല. മാധ്യമങ്ങളുടെ കാര്യത്തിൽ പലതിൻ്റെയും പുറകെ നിങ്ങൾ പോകാറുണ്ട്, നല്ല കാര്യം. പക്ഷേ ഈ ഒരു അവസരത്തിലൊക്കെ അവിടെ പോയിരുന്ന് അവരെ അയ്യോ ഇത്തിരി സമാധാനം കൊടുത്തൂടെ അവർക്ക്? എനിക്ക് ഇത് കണ്ടോടനെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇത്തിരി സമാധാനം മതി. നീതി നിങ്ങളങ്ങ് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക്. നിങ്ങൾ പറയുന്ന നീതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്ക്. പക്ഷെ സമാധാനം കൂടെ കൊടുക്കുക അവർക്ക്. മനസ്സിലായോ? അവരുടെ മോനാ പോയത്, അത് ഒരേ മോനെന്ന് ഒറ്റ മോൻ, സോറി. സോ ആ ഒരു അവസ്ഥയിരിക്കുന്ന അച്ഛനെ അമ്മ ഇത്രയും പ്രായമായവരെ ഒന്ന് വെറുതെ വിട്. ഷിംജിത മോളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു, പഴയതും കണ്ടാണെന്ന് തോന്നുന്നു. അവളുടെ ഒരു കഥ പറച്ചിലുണ്ട് മരണത്തെ പറ്റി, ഒന്ന് കേട്ടോ അതും കൂടെ. മരണം വാർത്തിട്ട് ഭയങ്കര ഷോക്കായി പോയി. ശരിക്കും ഒരു രംഗബോധമില്ലാത്ത കോമാളിയല്ലേ മരണം. സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കടന്നു വന്ന്. മതി കൂടുതൽ ഞാൻ കേൾപ്പിക്കുന്നില്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഒരു പാട്ടുണ്ട്, വെറുതെ കോപ്പിറൈറ്റ് മേടിക്കാൻ വയ്യ. മരണത്തെ പറ്റിയുള്ള അവളുടെ വലിയ വാക്കുകളാണ് ആ ചുന്ദരിയുടെ. ഞാൻ ഈ ചുന്ദരി എന്ന് വിളിക്കുന്ന ഏത് അർത്ഥത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇത്രയേ ഉള്ളൂ. സങ്കടം ഉണ്ട്. പോയി ഒരു മനുഷ്യൻ, മനസ്സിലായോ? ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യൻ, അതിൻ്റെ പേരിൽ സങ്കടമുണ്ട് എന്ന് വെച്ചിട്ട് പുള്ളിയുടെ വീട്ടിൽ സ്ഥിരം ചെന്ന് അവിടെ ഉള്ള 2 പേരെ ഉപദ്രവിക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല. മനസ്സിലായി? ഇപ്പം ഈ എല്ലാവരും ഈ സാധനം കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന അവർക്കൊരു ഉപദ്രവം തന്നെയാണ്. അത് മനസ്സിലാക്കാൻ എന്താണ് മാധ്യമങ്ങൾക്ക് പറ്റാത്തത്? അതോ മനസ്സിലാക്കിയിട്ട് വീണ്ടും നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മനസ്സിലായോ? പിന്നെ അവക്കിനിയും ജാമ്യം കിട്ടുമോ? ഇപ്പം 4 ദിവസം റിമാൻഡ് കഴിയുമ്പോഴത്തേക്ക് എവിടെ വരെ പോകാനായി കേസ്? നിങ്ങൾ പറ, താഴെ കമൻറ്റ് ബോക്സിൽ പറ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്?
നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറ. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂഡ്.